പ്രതിസന്ധിയെ തുടർന്ന് തൊടുപുഴ നഗരസഭയുടെ ശ്മശാനം അടയ്ക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ശ്മശാനം പ്രവർത്തിച്ചിട്ടില്ല. 4 മൃതദേഹം മുതൽ 8 മൃതദേഹം വരെയാണ് സംസ്കരിച്ചിരുന്നത്. വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് തൊടുപുഴ നഗരസഭാ വൈസ് ചെയർമാൻ കെ ദീപക് റിപ്പോർട്ടറോട് പറഞ്ഞു. പ്രധാന പരിഗണന നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ഗ്യാസ് ഏജൻസിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മൃതദേഹം വീട്ടിൽ സംസ്കരിക്കാൻ സ്ഥലമില്ലാത്ത ആളുകൾ പ്രധാനമായും ഈ പൊതു ശ്മശാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ പാചകവാതക പ്രതിസന്ധി ശ്മശാനങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മളുള്ളത് തൊടുപുഴ ശാന്തിതീരം ശ്മശാനത്തിലാണ്. പ്രതിസന്ധി മൂലം ഇപ്പോൾ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാനായിട്ടുള്ള കെ ദീപക്കാണ് ഇപ്പോൾ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനാകും? പ്രതിസന്ധി പരിഹരിക്കുക എന്ന് പറയുന്നപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം ഇന്നലെ ക്രിമറ്റോറിയം അടച്ചിടേണ്ട ഒരു സ്ഥിതി വന്നു. നമുക്ക് നിലവിൽ ഉള്ള സിലിണ്ടർ എല്ലാം കാലിയായി. 8 സിലിണ്ടർ കാലിയായതായി ഇന്ന് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് BPCLന്റെ കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇന്നിപ്പം ഒരു 2 സിലിണ്ടർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സിലിണ്ടർ കിട്ടിയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയില്ല. കാരണം നിരവധി ബോഡികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ടടുത്തെങ്ങും വേറൊരു സംവിധാനം ഇല്ല. തൊട്ടടുത്ത് ഒന്നെങ്കിൽ മൂവാറ്റുപുഴ അല്ലെങ്കിൽ വെള്ളിയാവറ്റം ഈ 2 സ്ഥലത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്നത് ഏതാണ്ടല്ല 8ഓളം ബോഡികൾ ഇവിടെ വന്നിരുന്നു. പക്ഷെ 4 നമുക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഉള്ള ആളുകളെ തിരികെ അയക്കേണ്ട ഉള്ള 2 വെള്ളിയാമറ്റത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാവും. അപ്പോൾ അവിടെ എല്ലാം പ്രതിസന്ധിയായി. ഒരു സ്ഥലത്തും സിലിണ്ടർ കിട്ടുന്നില്ല. നമ്മളിപ്പോ ഏജൻസിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ ഒരു പ്രത്യേക പരിഗണന നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്? പരിഗണന നൽകണം എന്നതാണ് നഗരസഭയുടെ ആവശ്യം. അങ്ങനെ മൃതദേഹം പോലും സംസ്കരിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക്